ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT കെമിസ്ട്രി ക്ലാസ് +1 ചാപ്റ്റർ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. നമ്മൾ ഓൾറെഡി ഒരു സീരീസ് ആയിട്ട് കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, മോൾ കോൺസെപ്റ്റ്, മോളാർ ഫോർമുല, മോളാർ വോളിയം, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, മാസ് പെർസെൻറ്റേജ്, ഇവ കോൺസെപ്റ്റുകളെല്ലാം കണ്ടിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാത്തവർ ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണാം. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്നത് ദ സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. സ്റ്റോഷിയോമെട്രിക് calculations. For example, according to laws of chemical combinations, when we are using an equation, that equation has to be balanced chemical equation. What is a balanced chemical equation? ഒരു റിയാക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും, അതായത് റിയാക്ടന്റെ സൈഡും പ്രൊഡക്റ്റ് സൈഡും എടുത്താൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിമ്പിൾ റിയാക്ഷൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ, ദാറ്റ് ഈസ് ദ കമ്പസ്റ്റൻ റിയാക്ഷൻ ഓഫ് മീഥൈൻ. We know that ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബണിന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിരിക്കും. അതായത് മീഥൈൻ ഓൺ കമ്പസ്റ്റൻ റിയാക്ഷൻ ബേണിംഗ് വിത്ത് ഓക്സിജൻ, it will give you carbon dioxide and water. If you try to balance, carbon number is same, hydrogen is 4 times, ഇവിടെ 2 is so 2. Then when you take 2 plus 2 4 oxygen, another 2 oxygen, we need to give 2. So CH4 plus 2O2 gives carbon dioxide plus 2. So ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ സ്റ്റോഷിയോമെട്രിക്കൽ ആയിട്ട് വായിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇതിൽ എന്ത് വായിക്കാം? ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് മീഥൈൻ ഈസ് 1, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ഓക്സിജൻ ഈസ് 2, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് 1, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് വാട്ടർ ഈസ് 2. അപ്പോൾ നമ്മൾ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി മെൻഷൻ ചെയ്താൽ, മീഥൈൻ ഈസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്, oxygen is also in gaseous state, then carbon dioxide is in gaseous state, water is in water vapor form. So നമ്മൾ ഇതിനെ ലോസ് ഓഫ് ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ മോൾ കോൺസെപ്റ്റിന്റെ ടൈംസിൽ വായിക്കുവാണെങ്കിൽ, we can read that 1 mole of methane reacts with 2 moles of oxygen. 2 moles of oxygen gives 1 mole of carbon dioxide, and 2 moles of water gives 2 moles of water. 1 mole of methane reacts with 2 moles of oxygen gives 1 mole of carbon dioxide and 2 moles of water. Okay, or we can read in this way: in order for the reaction of 1 mole of methane, 1 mole of methane reaction, 1 mole of methane complete ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 mole of oxygen വേണം. ക്ലിയർ? ഒന്നുകൂടെ പറയാം. 1 mole of methane 2 mole of ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 mole methane കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യാൻ 2 mole ഓക്സിജൻ വേണമെന്നാണ് അർത്ഥം. ക്ലിയർ? ഇനി മോളിന് പകരം ഇതിനെ മോളിക്യൂൾസിന്റെ ടൈമിൽ എഴുതിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 molecule of methane, മീഥൈന്റെ ഒരു മോളിക്യൂള്, 1 molecule of methane can react with or reacts with 2 molecule of oxygen, or 2 molecules of oxygen gives 1 molecule of carbon dioxide, and 2 molecules of water gives 2 molecules of water. Clear? 1 mole of methane react with the 2 moles of oxygen give you 1 mole of carbon dioxide and 2 moles of water. Means 1 mole means we know that 6.022 into 10 raised to 23 molecules. 6.022 into 10 raised to 23 molecules. അപ്പോൾ 6.022 into 10 raised to 23 molecules of methane reacts with the 2 into 6.022
into 10 raised to 23 molecules of oxygen give you 6.022 into 10 raised to 23 molecules of carbon dioxide and 2 into 6.02 into 10 raised to 23 molecules of water. So, നമ്മൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 6.022 into 10 raised to 23 molecules of methane reacts with 2 into 6.022 into 10 raised to 23 molecules of oxygen gives 6.022 into 10 raised to 23 molecules of carbon dioxide and 2 into 6.022 into 10 raised to 23 molecules of water. We can write in this particular way also. ഇനി നമുക്ക് സ്റ്റോയിഷിയോമെട്രിയെ വേറെ രീതിയിൽ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് STP or NTP. STP means standardized conditions or standard conditions of temperature and pressure. STP is called standard conditions of or standard temperature and pressure. നമുക്കറിയാം അവോഗാഡ്രോസ് ലോ അല്ലെങ്കിൽ ഗേ-ലുസാക്സ് ലോ അനുസരിച്ച് സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വോളിയം is directly proportional to the number of particles. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ വോളിയം occupied by the gas എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ എണ്ണം സെയിം ആണെങ്കിൽ അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം സെയിം ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു ഗ്യാസിന്റെ കേസിനകത്ത് ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അവ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. കറക്റ്റ്? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273.15 കെൽവിൻ. ടെമ്പറേച്ചറിന് പല യൂണിറ്റുകളുണ്ട്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത്, പ്രഷറിനെ നമുക്ക് എഴുതേണ്ട പ്രഷർ ഈസ് ഈക്വൽ ടു 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, അതായത് ടെമ്പറേച്ചർ 273.15 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ 1 മോൾ ഓഫ് ഗ്യാസ് എടുത്താൽ, 1 മോൾ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്ര വരും? 6.022 into 10 raised to 23 molecules of gas. 6.022 10 raised to 23 molecules എടുത്താൽ അപ്പൊ നോക്കിയേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആണ്. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് മോളാർ വോളിയം. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ടെമ്പറേച്ചർ 273.15 തന്നെ പ്രഷർ 1 അറ്റ്മോസ്ഫിയറിന് പകരം നമ്മൾ ബാറിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് ഈക്വൽ പ്രഷർ 1 ബാർ പ്രഷർ ആണെങ്കിൽ 1 ബാർ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് 10 raised to 5 പാസ്കൽ 1 ബാർ പ്രഷർ ആണെങ്കിൽ ആ സമയത്ത് അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.7 ലിറ്റേഴ്സ് ആയിരിക്കും. സോ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ പറയുമ്പോൾ ടെമ്പറേച്ചർ 273.15 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറും ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ എണ്ണം 1 മോൾ ഓഫ് പാർട്ടിക്കിൾ 6.0 10 raised to 23 molecules of gas ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. നേരെ മറിച്ച് പ്രഷർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 1 അറ്റ്മോസ്ഫിയറിന് പകരം 1 ബാർ പ്രഷർ ആണ് ആ സിസ്റ്റത്തിൽ ഉള്ളത് എങ്കിൽ 6.022 into 10 raised to 23 molecules ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.7 ലിറ്റർ ആയിരിക്കും. അതായത് നമുക്ക് STP എന്ന് പറയുന്നതിനെ രണ്ടായി എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രഷർ 1 അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോഴും പ്രഷർ 1 ബാറിൽ ഇരിക്കുമ്പോഴും വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ഏത് കണ്ടീഷനിലാണോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതനുസരിച്ച് വേണം നമുക്ക് അതിനകത്ത് ഡിഫറൻസ് വരാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനിയിപ്പോൾ എബോ റിയാക്ഷൻ നോക്കി. എബോ റിയാക്ഷൻ എന്തായിരുന്നു? എബോ റിയാക്ഷൻ എന്ന് പറയുന്നത് 1 mole of methane reacts with the 2 moles of oxygen, both are in the gaseous state, gives you 1 mole of carbon dioxide and 2 moles of water. Both the reactant as well as the products are in gaseous state. അപ്പോൾ നമ്മൾ മോൾസിന്റെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ
if it is at STP. If it is at STP, assume that pressure എന്ന് പറയുന്നത് 1 atmosphere ആണെന്ന് വിചാരിക്കുക. Pressure 1 atmosphere ആണെങ്കിൽ 1 mole, that means 6.02 10 raised to 23 molecules of methane. അതിന്റെ വോളിയം എന്തായിരിക്കും? 22.4 liters of methane reacts with ഇവിടെ നോക്കിയ 2 മോൾ ഉണ്ട്. ഒരു മോളിന്റെ വോളിയം 22.4 ആണ്. ഇത് എത്ര വരും? 44.8 liters of oxygen. 44.8 liters of oxygen gives 22.4 liters of carbon dioxide and 44.8 liters of water at STP. Clear? At STP. Then നേരെ മറിച്ച് STP തന്നെ കണ്ടീഷൻ നമ്മൾ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 1 ബാറിലാണ് എങ്കിൽ വോളിയത്തിൽ എന്ത് വ്യത്യാസം വരും? 22.7 liters of methane reacts with 45.4, കാരണം 22.7 into 2 times എന്ന് പറയുമ്പോൾ 45.4 liters of oxygen gives 22.7 liters of carbon dioxide and 45.4 liters of water at STP. പ്രഷറിനകത്തുള്ള വ്യത്യാസം അനുസരിച്ചാണ് സംഭവിച്ചത്. കാരണം എന്താണ്? സോ ഓക്കെ, പ്രഷറിനകത്തുള്ള വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ആ ഒരു ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിലും ഡിഫറൻസ് വന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ മോൾസിന്റെ ടേംസിൽ എഴുതാം, മോളിക്യൂൾസിന്റെ ടേംസിൽ എഴുതാം, അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേമിൽ എഴുതാം, വോളിയത്തിന്റെ ടേംസിൽ എഴുതാം. ഇതേപോലെ തന്നെ ഇതിന്റെ മാസ് കണ്ടുപിടിച്ച് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ? CH4 reacts with 2 moles of oxygen give you 1 moles of carbon dioxide and 2 moles of water. മോളിക്കുലർ വെയിറ്റ് നോക്കിക്കേ. കാർബൺ എന്ന് പറയുന്നത് 12, ഹൈഡ്രജൻ 4 into 1, അതായത് 1 into 4, സോ ദിസ് ഇസ് ഈക്വൽ ടു 16 gram. ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് 16, ഒരു ഓക്സിജൻ ആറ്റം. ഓക്സിജൻ മോളിക്കൂൾ ആകുമ്പോൾ 32, 2 എണ്ണം ഉണ്ട്, സോ 2 into 32, that is equal to 64 gram. കാർബൺ 12, ഓക്സിജൻ എന്ന് പറയുന്നത് 16, 2 ഓക്സിജൻ ഉണ്ട്, സോ 12 പ്ലസ് 2 into 16 വരും. 16 2 32, 32 പ്ലസ് 12 44 gram. ഹൈഡ്രജന്റെ 2 അല്ലെങ്കിൽ 2 into 1 പ്ലസ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 into 2, സോ 16 2 18 2 36 gram. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 16 gram of methane reacts with 64 gram of oxygen. 64 gram of oxygen gives 44 gram of carbon dioxide and 36 gram of water. So നമുക്ക് തന്നിരിക്കുന്ന ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ അതിന്റെ സ്റ്റോഷിയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ലിമിറ്റിംഗ് റിയേജന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ലിമിറ്റിംഗ് റിയേജന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റിയോ വേണമെന്റെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.